സുഹൃത്തുക്കളെ നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? 7 ദിവസമായി ഹിമാലയത്തിലൂടെ ഇങ്ങനെ ട്രെക്കിങ് ചെയ്യുന്നു. വലിയ പർവ്വതങ്ങളിലൂടെ ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. ഒരു ദിവസം ടെൻ്റ് അടിച്ച് രാത്രി വെച്ച ഭക്ഷണം ബാക്കിയുണ്ടെങ്കിൽ മാത്രമാണ് രാവിലെ കഴിക്കാൻ സാധിക്കുക. അല്ലാത്ത പക്ഷം ഞാൻ കഴിക്കുക ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. ഇത് ഈത്തപ്പഴമാണ്, അതിൻ്റെ കൂടെ കണ്ടോ ബദാമാണ്. ബദാം സ്റ്റോക്ക് ചെയ്യും. പിന്നെ എല്ലാ ഫ്രൂട്ട്സും എന്താണ് ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഞാൻ കിലോ കണക്കിന് സ്റ്റോക്ക് ചെയ്യാൻ എൻ്റെ ബാഗിൽ. ഇതൊക്കെ ഇങ്ങനെയുള്ള പാക്കറ്റൊക്കെ 4-5 ഞാൻ സ്റ്റോക്ക് ചെയ്ത് നോക്കുക ബാഗിൽ. കാരണം ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഗ്രാമങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞ് വളരെ റെയർ ആയിട്ടാണ്. ഈ ഒരു സമയത്ത് ജോഹാറിലെ എല്ലാ ഗ്രാമവാസികളും താഴോട്ട് ഇറങ്ങി തുടങ്ങി കേട്ടോ. കാരണം അതിശൈത്യമാണ്. വെയിൽ വന്നപ്പോൾ ഇവിടുത്തെ മഞ്ഞ കുരുകിപ്പോയി കേട്ടോ. കുറച്ച് ദിവസം മുന്നേ മൊത്തം മഞ്ഞായിരുന്നു. ഞാൻ മഞ്ഞിന് മുകളിലൂടെയായിരുന്നു എൻ്റെ ഈ യാത്ര. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പ്രോട്ടീൻ എൻ്റെ ശരീരത്തിലേക്ക് വരിക. ഇപ്പോൾ ഏകദേശം 1.5 മണിക്കൂറായി വലിയൊരു പർവ്വതം ഷോർട്ട് കട്ടായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ സന്തോഷത്തോടെ യാത്രകൾ ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും പെട്ടെന്ന് കുക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത്ര ശക്തിക്കാണ് കാറ്റ് വീശുന്നത്. ജോഹാർ വാലിയിലെ വിൻഡിൻ്റെ പവർ എത്രയാണെന്ന് നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ വന്ന പാതകളും പോയ സ്ഥലങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചിടാം. കയറി വന്ന സ്ഥലങ്ങളൊക്കെ. വരൂ. രാവിലെ 9 മണിയാണ് സമയം. അങ്ങ് താഴെ കാണുന്നൊരു നദി കണ്ടോ, അതാണ് ഗൗരി ഗംഗ നദി. ആ നദീൻ്റെ അടുത്തു നിന്നാണ് ഞാനിങ്ങനെ കയറി വരുന്നത് കേട്ടോ. അതായത് അങ്ങ് ദൂരെ കാണുന്ന അതേ പർവ്വതത്തിൻ്റെ റേഞ്ചിൽ തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത്. എല്ലാ സ്ഥലവും മഞ്ഞിങ്ങനെ മൂടി നിൽക്കുകയാണ് കേട്ടോ. മനോഹരമാണ് കേട്ടോ യാത്രകൾ. നമ്മൾ വിചാരിച്ചാലും നമ്മൾക്ക് ഇഷ്ടമുള്ളതുപോലെ യാത്രകൾ ചെയ്യുക. അതിൽ അപകടമുണ്ട് കേട്ടോ. ഞാൻ ആരോടും എൻ്റെ അതേപോലെ യാത്ര ഫോളോ ചെയ്യാൻ പറയുന്നില്ല. സുരക്ഷമായ രീതിയിൽ യാത്രകൾ ചെയ്യാനാണ് എല്ലാവരോടും ഞാൻ എപ്പോഴും പറയുക കേട്ടോ. എന്നും സന്തോഷത്തോടു കൂടി ഇരിക്കും ജീവിതത്തിൽ.